റോഷിപാൽ 2021 തിരഞ്ഞെടുപ്പിനേക്കാൾ 3% വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റ് കൂടി കണക്കിലെടുത്താൽ ഒരുപക്ഷെ 2% കുറവുണ്ടായിരിക്കുന്നു. ഈ പ്രചരണത്തിലെ ആവേശം, കുട്ടിക്കലാശത്തിലെ ആവേശം, വിവാദത്തിലെ ആവേശം വോട്ടായി മാറിയില്ല എന്നാണോ അത് സൂചിപ്പിക്കുന്നത്? പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ കാര്യമായ വോട്ട് ഇടിയാതിരിക്കുകയും 3 പഞ്ചായത്തുകളിൽ കാര്യമായ കുറവുണ്ടാവുകയും ചെയ്തതിനെ മുന്നണികൾ എങ്ങനെയാണ് കാണുന്നത്? അരുൺകുമാർ, കഴിഞ്ഞ 1 മാസത്തിലേറെ കാലമായി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമാണ് നമ്മൾ കണ്ടതാണ് നേരിട്ട് തന്നെ. കാരണം എല്ലാ ദിവസവും വിവാദങ്ങളാണ്. 3 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നതും പാലക്കാട് തന്നെ. അങ്ങനെയുള്ള പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നേക്കുമെന്ന് തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ച് പോളിംഗ് ശതമാനം ഉയർന്നില്ല. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ ഇടങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LDFനും ഒപ്പം UDFനും മുൻതൂക്കമുള്ള ഇടങ്ങളിൽ അവിടെ പ്രതീക്ഷിച്ചത്ര പോളിംഗ് ശതമാനം ഉയർന്നില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത്. BJP വലിയ ആത്മവിശ്വാസത്തോടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, പാലക്കാട് വിജയിക്കുമെന്ന ഉറപ്പോടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ഇറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും പാലക്കാട് നഗരസഭയിലുണ്ടായ പോളിംഗിലുണ്ടായ ആ ഇടിവില്ലാതെ ആ പോളിംഗ് ശതമാനം അത് നിലനിർത്താൻ കഴിഞ്ഞു. ഒരു ചെറിയൊരു മുന്നേറ്റം അവിടെ ഉണ്ട്. അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് UDFന് മുൻതൂക്കമുള്ള ഇടങ്ങളിൽ LDFന് മുൻതൂക്കം ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വാശിയേറിയ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഓളമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു കഴിഞ്ഞ തവണ. പ്രത്യേകിച്ച് മെട്രോമാൻ മത്സരിക്കുന്നു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നു. അതൊരു ഒരുമിച്ചുള്ള ഒരു ജനറൽ ഇലക്ഷൻ എന്ന ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. ഇത് ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ 3 ഇടങ്ങളിൽ വയനാടാകട്ടെ ചേലക്കരയാകട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയൊക്കെ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. സമാനമായി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലും അത്തരമൊരു ഇടിവ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടാം. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ദിവസവും ഓരോ വിവാദങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഓരോ മുന്നണികൾക്കും ഓരോ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഓരോ വിവാദങ്ങൾ. അവസാനം തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ അത് നിശബ്ദ പ്രചാരണത്തിന് പോലും വിവാദങ്ങളുണ്ടായി. വോട്ടെടുപ്പിന്റെ ദിവസവും അവസാന നിമിഷങ്ങളിൽ വലിയ തർക്കങ്ങൾക്കും സംഘർഷങ്ങളിലേക്കും കാര്യങ്ങൾ എത്തിച്ചു. വ്യാജ വോട്ടും ഇരട്ട വോട്ടും പെട്ടി വിവാദം തുടങ്ങിയ എന്തൊക്കെ വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ട് ചർച്ചയായത്. പക്ഷേ ജനകീയ വിഷയങ്ങളൊന്നും ചർച്ചയാക്കിയില്ല എന്നതാണ്. അത് മേൽത്തട്ടിൽ ചർച്ചയായില്ല, അടിത്തട്ടിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ജനകീയ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ അടിസ്ഥാനമായി ചർച്ചയാക്കാതെ ഒരു തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. മാത്രവുമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെന്നൊരു വികാരം വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ടോ? വോട്ടർമാരിൽ ഒരു അപ്പതി അഥവാ ഈ പോളിംഗിനോടുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 2-2.5% ഇടിവാണ് അന്തിമമായി കണക്കിലാക്കുക. Meet the editors.